തൊഴിൽ മേഖല ക്രമീകരിക്കാനും സ്വദേശികൾക്ക് അനുയോജ്യമായ ജോലികൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ പദ്ധതി. സർക്കാർ നിർദ്ദേശിച്ച അളവിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുമായി സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും ഇടപാട് നടത്തില്ല. സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശിച്ച തൊഴിൽ നിലവാരമുണ്ടെന്നും സ്വദേശികൾക്ക് നിശ്ചിത നിരക്കിൽ തൊഴിൽ നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സ്ഥാപനങ്ങൾ സ്വന്തമാക്കണം. എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും ഒരു സ്വദേശി പൗരനെങ്കിലും അനുയോജ്യമായ ജോലി നൽകണം. സ്വദേശീവൽക്കരണ ശതമാനം വർദ്ധിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സാമ്പത്തിക പാക്കേജും ഉണ്ടാകും. പുതിയ 30-ലധികം തൊഴിലുകളിൽ സ്വദേശികൾക്ക് മാത്രമായി സംവരണം ചെയ്യും. എന്നാൽ ഈ തസ്തികകൾ ഏതൊക്കെയാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശീവൽക്കരണ നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും. തൊഴിൽ മാർക്കറ്റിലെ പുതിയ നിയമങ്ങൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മന്ത്രാലയ അധികൃതർ പരിശോധന നടത്തും. അടുത്ത സെപ്റ്റംബർ മുതലാണ് പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.